ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര എസ്തെറ്റിക്കായിട്ടൊക്കെയാണ് അവരുടെ ചെടിയും അങ്ങനെ പൂന്തോട്ടമൊക്കെ കാണിക്കുന്നത്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു 3-4 ചെടികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. എസ്തെറ്റിക്കായിട്ടൊന്നും അല്ല, എൻ്റെ കയ്യിലുള്ള സാധാരണ രീതിക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്തായിട്ട് ഒരു 5-6 ജമന്തി നിൽപ്പുണ്ട്. അപ്പോൾ അതിനൊക്കെയാണ് ഞാൻ ആദ്യം ഒഴിക്കുന്നത്. പിന്നെ ഇവിടെ വഴുതനയും പിന്നെ കീരയും പിന്നെ വേറെന്താ ഒരു പംകിൻ്റെ ഒരു തയ്യും ഉണ്ട് കേട്ടോ. വേറൊന്നുമില്ല. ഇവിടെ ചെറുതായിട്ട് ഒരു പച്ചക്കറി അങ്ങനെ ഞാൻ ചെയ്തേക്കുന്നതാണ്. ഇവിടെ ആയിട്ട് നമ്മുടെ നാടൻ ചെമ്പരത്തി ഉണ്ട് കേട്ടോ. അത് അവിടെ ഞാൻ ഒറ്റയ്ക്കാണ് നട്ടു വെച്ചേക്കുന്നത്. ഈ താഴ്ഭാഗത്തായിട്ട് കുറേ ജമന്തി ഉണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഒരൊറ്റ ജമന്തിയാണ് കൊണ്ടുവന്ന് നട്ടത്. പക്ഷേ അതിൻ്റെ വിത്ത് വീണ് ഒരുപാട് ജമന്തി ആയതാണ്. ഇതൊരു ലീഫി പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേരറിയാമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മരമുല്ല ഉണ്ട്. അത് എപ്പോഴും പൂക്കാറില്ല, പക്ഷെ പൂക്കുമ്പോൾ ഭയങ്കര മണമാണ്. പിന്നെ ഇവിടെ ഞാൻ ഒരു ഓർക്കിഡും കൂടി വെച്ചിട്ടുണ്ട്. ഓർക്കിഡുണ്ട്, പിന്നെ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് ഉണ്ട്. ഓർക്കിഡ് ഞാനൊരു പരീക്ഷണത്തിന് വെച്ചതാണ് കേട്ടോ. അത് തൊണ്ടിൽ വളരൂ എന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെയൊക്കെ 10 മണിയുണ്ട്. പിന്നെ ഈ റോസ ഉണ്ടല്ലോ, ഇത് ഭയങ്കര അടിപൊളിയാണ് പൂത്ത് നിൽക്കുന്ന കാണാൻ. ഇതിൻ്റെ പൂത്ത് നിൽക്കുന്നത് ഒരു മുകളിലുണ്ട്. ഞാനത് ടെറസിലേക്ക് കയറുമ്പോൾ അവിടെ നിന്ന് കാണിച്ചു തരാവേ. ആ റോസ ഞാൻ ഫ്രണ്ടിലായിട്ടും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഓസ് എത്താത്തത് കൊണ്ട് അല്ലാതെ ബക്കറ്റിൽ തന്നെ കോരി ഒഴിക്കണം. അതാണ് ഞാൻ സെപ്പറേറ്റ് അതിനെ കൊണ്ടുവന്ന് ഒഴിക്കുന്നത്. ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാമേ. ഈ ഒരു ചെടി എല്ലാവരുടെയിലും ഉണ്ടാവുമല്ലേ, മിക്കുള്ള വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ആന്തൂറിയത്തിൻ്റെ 2 കളേഴ്സാണുള്ളത്. ഒരു പിങ്കും ഒരു നല്ല ഡാർക്ക് റെഡും ആണുള്ളത്. പിന്നെ ഇതൊരു റോസ് കളർ ഫ്ലവറാണ് കേട്ടോ വരുന്നത്. പിന്നെ ഒരു 10 മണി ഞാൻ നട്ടേക്കുന്നത് നമ്മുടെ തൂണുണ്ടല്ലോ, വീട്ടിലത്തേക്ക് തൂണെടുത്തപ്പോൾ അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നതിലാണ് 10 മണി നട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ റോസ് നിൽക്കുന്നതിൽ തന്നെയാണ് ഒരു പച്ചമുളകും കൂടി കാച്ചി നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇത് പറഞ്ഞായിരുന്നല്ലോ ഇതെങ്ങനത്തെയാണ് ഫ്ലവർ വരുന്നതെന്ന്. അതേ സംഭവം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. അത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. പിന്നെ ഓർക്കിഡുണ്ട്. ഇനി നമുക്ക് താഴത്തെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ മറ്റേ നമ്മുടെ ആന്തൂറിയം, അത് ഇവിടെയും കാച്ചി നിൽപ്പുണ്ട്. പിന്നെ ഒരു പിങ്ക് കളറാണ് റോസ വരുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം. അവിടെ കുറച്ചുകൂടി നല്ല വെറൈറ്റി ഉണ്ട് കേട്ടോ. അതിനു മുന്നേ ഇതും കൂടി കാണിച്ചു തരാം. ഇത് നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. ഇതും ഓർക്കിഡാണ് കേട്ടോ. ഇത് ഒരുപാട് വർഷമായിട്ട് നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ. വെള്ളയ്ക്ക് ഞാൻ ബക്കറ്റും വെള്ളവും കൊണ്ട് പോകാൻ നേരത്ത് ഒരാൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ, വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചെയ്യാൻ നേരത്ത് വേണ്ട മിച്ചു ഞാൻ ചെയ്തോളാം എന്നൊന്നും ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ ചെയ്തല്ലേ ഉത്തരവാദിത്തങ്ങളൊക്കെ പഠിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ തന്നെ സമ്മതിക്കും. എൻ്റെ കൂടെ മത്സരിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ നോ എന്ന് പറഞ്ഞില്ല, ചെയ്തോന്ന് പറഞ്ഞു. മേളയ്ക്ക് പോയപ്പോൾ വാങ്ങിയ റോസ എല്ലാം ഞാൻ താഴെയാണ് വെച്ചിരുന്നത്. പക്ഷേ അവിടെ വെയിൽ കിട്ടാത്തത് കാരണം ഞാൻ പിന്നെ മുകളിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. എല്ലാ റോസയും നല്ലോണം പൂവിട്ടിട്ടും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. റോസയും ജമന്തിയും ഒക്കെ നല്ലോണം പൂവിട്ടിട്ടുണ്ടായിരുന്നു.